വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാനെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങളെടുത്ത പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോസാണ് കേട്ടോ. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി, നേരത്തെ താമസിക്കുന്നിടത്ത് നിന്ന് പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. പിന്നെ ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ട് നേരത്തെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി. പിന്നെ അതിലൊരു പുതിയ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവരെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പാർട്ട്മെൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചം വേണം. എനിക്കിപ്പോൾ മിക്കപ്പോഴും നല്ല മഴയാണ്, എല്ലാ ദിവസവും നല്ല മഴയാണ്, അറിയാലോ. എറണാകുളം ജില്ലയിലായാലും എല്ലാ ജില്ലയിലായാലും നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു ദിവസമായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് വെട്ടമുണ്ട്, മഴ കുറച്ച് ഒതുങ്ങി നിൽക്കുക, മഴയുണ്ട് ഇല്ല എന്നല്ല, ഒതുങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ, ഞങ്ങളെടുത്ത അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഫുള്ള് കാണാം. നമ്മൾ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറണം. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ കേസ് കയറി വരുമ്പോഴാണ് ഞങ്ങൾ ആ ഒരു എൻട്രി വരുന്നത് കേട്ടോ. ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് അലക്കിയ തുണിയിടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും അലക്കിയ തുണിയിടാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അതിൽ ഈ ഒരു ബോട്ടിൽസിൽ മണി പ്ലാന്റൊക്കെ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം വാടിപ്പോയിരുന്നു. പിന്നെ ഞങ്ങളത് മാറ്റിയിട്ടാണ്, ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് അതവിടെ സെറ്റ് ചെയ്ത കേട്ടോ. ഇനി അത് വീണ്ടും അത് ചേഞ്ച് ആവോ ഇല്ലേന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത്, ആ ഫ്രണ്ട് എൻട്രിയും ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഏരിയ ആയതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ വന്ന് നിന്ന് ചുമ്മാ നോക്കാറും പതിവുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക്. ഭംഗി മാത്രമല്ല, അതൊക്കെ ഒരു മൈൻഡ് കാം കിട്ടുന്ന ഒരു പ്ലേസ് കൂടെ ആയിട്ട് തോന്നാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. മണി പ്ലാന്റ്സ് അല്ല, ഓരോ വെറൈറ്റീസാണ്. പക്ഷെ എനിക്ക് എല്ലാ വെറൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല വെറൈറ്റി ഉണ്ടാവുമല്ലോ. അതായത് ഇത് ഒരു ഷെയ്ഡാണ്, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ടുള്ള പേരൊന്നും എനിക്കറിയാൻ മേല, ഇത് ഏത് കളറാണെന്നുള്ളതൊന്നും. ഇതിൽ ഒരു ബോട്ടിൽ മാത്രം എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും വയ്ക്കണം. ഇത് നമ്മുടെ മറ്റേ എന്താ പറയുക, കാറ്റ്സ് ക്ലൈ അല്ലേ, അതാണ് സംഭവം. ഇത് ഞാനല്ല വെച്ചിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വേറൊരു വെറൈറ്റി മണി പ്ലാന്റ്, ഇത് വേറൊരു കളറ്. ഇത് നമ്മുടെ മണി പ്ലാന്റ് എന്ന് പറയാം, പക്ഷേ ഇത് പോത്തോസാണ് ശരിക്കും. ഈ ഒരു വെറൈറ്റി പോത്തോസാണ് കേട്ടോ. ഇത് പോത്തോസ്, ഇത് വേറെ ടൈപ്പ് മണി പ്ലാന്റ്. പക്ഷെ ഞാൻ ഈ ഒരു കളർ ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. വേറെ ഷെയ്ഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ കളറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഷൂസും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. ഇവിടെ ഒരു ഷൂസ് റാക്ക് മേടിച്ച് വെച്ചതിന് ശേഷം അതിലോട്ട് വയ്ക്കാറുള്ള പ്ലാൻ ഉണ്ട്. അതിപ്പോഴല്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒതുക്കിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ. പ്പോഴത്തേക്ക് ഭയങ്കര മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം വെച്ചാൽ രാവിലെ മുതൽ ഭയങ്കര മഴയാണ്. നിങ്ങൾക്കറിയാം, എറണാകുളം മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും നന്നായിട്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഇവിടെ അധികം ഇത്തിരി ലൈറ്റ് വെട്ടമൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നെ കുറേ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ലൈറ്റും ഇല്ല, ഭയങ്കര മഴ. അപ്പോൾ ഞാൻ എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചു. പിന്നെ ചോദിച്ച് എന്തോ ആയിക്കൊണ്ട് പോയിട്ട്. അപ്പോൾ ഞാനത് ഇതുവരെ ഞാനൊരു ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ അങ്ങനെ നോക്കിയിരുന്നിട്ട് നടക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒരിടത്തും തീരുന്നില്ല. പിന്നെ ഞാൻ ഉള്ള വെട്ടത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനോട് ഉള്ളോട്ട വീഡിയോസ് കാണാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോളെന്ന് പറയുന്നത്. ഇത് ഹോളാണ്. പിന്നെ ഇതൊക്കെയാണ്. ഈ ഹോളിൽ തന്നെ ഇവിടെ അത്യാവശ്യം വാഷ് ഏരിയ ഉണ്ട്. മിററുകളിൽ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാത്റൂമാണ്, ഒരു കോമൺ ബാത്റൂമാണിത്. പിന്നെ ഇതൊരു ബെഡ്റൂമും, ഇതൊരു ബെഡ്റൂമും, ഇത് കിച്ചൺ. ഞാൻ എവിടെ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ നിന്ന് കാണിച്ച് തുടങ്ങട്ടെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടോ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ബെഡ്റൂമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത് ഞാൻ കിടക്കുന്ന ബെഡ്റൂമിലോട്ട് പോവാം. ഞാനും ഞങ്ങൾ ഫ്രണ്ട്സും കൂടെ കിടക്കുന്ന ബെഡ്റൂം.
അവിടെ തുടങ്ങാം. ഇവിടെ നിന്ന് ഡയറക്റ്റ് ഹാളിൽ നിന്ന് നേരെ നമ്മുടെ ഡോർ തുറന്ന് കയറി കഴിഞ്ഞാൽ ഇതാണ് ബെഡ്റൂം. ഇതൊക്കെ ഞങ്ങളുടെ സാധനങ്ങളും ഡ്രസ്സ് ഇതൊക്കെ കാര്യങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അവിടെ ഇത് തന്നെയാണ് ഡ്രസ്സ്, ഞങ്ങളുടെ ഡ്രസ്സാണ്. പിന്നെ ഇവിടെ നല്ലൊരു സ്ലൈഡിങ് വിൻഡോ ഉണ്ട്. പിന്നെ നല്ലൊരു കട്ടിലുണ്ട്. ബെഡില്ല, ബെഡ് ഇപ്പോൾ മേടിച്ചിട്ടില്ല, പിന്നീട് മേടിക്കാമെന്ന് വെച്ച്. നല്ലൊരു കട്ടിലുണ്ട്. നല്ല ഇത് ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ്, എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോർ, ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ബാത്റൂം കാണിച്ചു തരാം. ഇതാണ് വാഷ്റൂം. എല്ലാം പക്ക നീറ്റാണ്. ഇനി കണ്ടില്ല എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെയൊക്കെ സാധനങ്ങളാണ്. ഇതൊക്കെ എൻ്റെ ഡ്രസ്സസൊക്കെയാണ്. ഞാനങ്ങനെ അധികം എങ്ങനെ അടുക്കി വയ്ക്കണമെന്നല്ല, ഞാൻ സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ള എൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് തന്നെ. എല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുക, ഞാൻ അടുക്കി വെച്ചിരുന്നത്. പിന്നെ എന്തോ ഇതിനെടുത്തപ്പോഴത്തേക്ക് എല്ലാം കൂടെ മാറി ഇതായതാണ്, എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസോർഡർ ആയതാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓവറായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ലഗേജസ് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റാം. അത് ഡസ്റ്റ് ഉണ്ടാകുന്ന അറിയത്തില്ല, എന്നാലും അവിടെ ഒരു സാധനം ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇവിടെ ഫാന്, നല്ല ഫാൻ അറ്റാച്ച്ഡ്, ലൈറ്റ് 2 ലൈറ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് തന്നെ തുണി ഹാങ് ചെയ്തിടാമെന്നുള്ള ഇതുകൊണ്ട് സംഭവം. അപ്പോൾ ഇതാണ് ബെഡ്റൂം. നേരത്തെ കണ്ട ഈ സ്ലൈഡിങ് വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല എയറാണ്, പ്രത്യേകിച്ച് ശല്യങ്ങളോ ഒന്നുമില്ല. നല്ല കാമായിട്ട് ഇവിടെ ഇരിക്കാം. പിന്നെ ചൂട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ മുതൽ നല്ല മഴയാണ് കേട്ടോ. കാരണം മഴയുടെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കാമായിട്ടുള്ള പ്ലേസാണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി അടുത്ത ബെഡ്റൂമുണ്ട്, നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോയി അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഈ ബെഡ്റൂമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ നല്ലൊരു കട്ടിലുണ്ട്. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഇതുപോലെ ഡ്രസ്സ് വയ്ക്കാനുള്ളൊരു വാർഡ്രോബുണ്ട്. പിന്നെ അത് അവരുടെ സാധനങ്ങളാണ്, ഡ്രസ്സും മറ്റു സാധനങ്ങൾ, ലഗേജസും പിന്നെ ബുക്സ് ഇതൊക്കെ സാധനങ്ങൾ. പിന്നെ കട്ടില് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ലഗേജ് വയ്ക്കാനുള്ള സംഭവമുണ്ട്. ഇവിടെ ഒരു ഫാനുണ്ട് ഈ ജനലിൽ. ഇതൊരു എന്താ പറയുക, കിളിവാതിലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു സംഭവമാണ് കേട്ടോ. ഈ സംഭവം നല്ല രസമാണ് ഈ ബെഡ്റൂമിൽ. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിൽ വ്യൂസൊക്കെ കാണാം. ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാരുണ്ട്. വലിയ ശല്യമൊന്നുമില്ലാത്തതാണ്. ഇപ്പം നേരെ ഫ്രണ്ടിലൊക്കെ ഇതുള്ളത്. ഇവിടെ ഈ ക്ലിപ്പ് വൈസ് തുറക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ മുകളിലോട്ടാണ് കേട്ടോ, ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. പിന്നെ അവർ അവരുടേതായ രീതിയിൽ കുറച്ച് LED ലൈറ്റൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ സമയത്ത് അവരുടേതായ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും മറ്റ് ബെഡ്റൂമിൽ പോലെ തന്നെ ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡ്രസ്സ് ഹാങ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നല്ല ഫെസിലിറ്റീസുമാണ്. എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ബെഡ്റൂംസും. ഹോളായാലും കിച്ചണായാലും എല്ലാം നല്ല നീറ്റാണ്. ഇനി അടുത്തത് ഹോള് കാണിച്ചല്ലോ, ഹോൾ കാണിച്ചല്ലോ. ഇനി അവിടെ നിന്ന് ഹോളിൽ തന്നെയുള്ള ബാത്റൂം കാണിച്ചത്. ഇതാണ് ബാത്റൂം. ഓക്കെ, നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ്. പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, പക്ക നീറ്റാണ്. ആ ബെഡ്റൂം കണ്ടല്ലേ. അതായത് നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചൺ കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. ഇവിടെ ഫുൾ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു
അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി അഡീഷണൽ എന്തെങ്കിലും കുറച്ച് 1-2 മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഒരു കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളായാലും അഥവാ എന്തെങ്കിലും നമ്മൾ ഐസ്ക്രീംസ് പുറത്ത് നിന്ന് ഫുഡ് മേടിക്കുകയാണെങ്കിലും അതിൻ്റെ കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് അത് ഫ്രണ്ടിൻ്റെ ആണോ കേട്ടോ, പുള്ളിക്കാരെ കുക്ക് ചെയ്യുന്ന സമയത്ത് പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ പിന്നെ കുറച്ച് പേർക്ക് ഒഴിച്ചിട്ടിരിക്കുന്നത്, കാരണം ഒരാളോട് വരാനുണ്ട്, അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത്, കാരണം സാധനങ്ങൾ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ. പിന്നെ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഇതുപോലെയൊക്കെ ഉള്ള ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഇത് ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കറി ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല എന്താ സംഭവം എന്നുള്ളത്. ഇത് നമ്മുടെ ഒർഗാനൊക്കെയാണ്, ഒർഗാനോ സോൾട്ട്. പിന്നെ ഇത് അറിയാമല്ലോ ശരിയാ സംഭവങ്ങളൊക്കെ. പിന്നെ ഒരാൾ പിന്നെ ചോറ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ചോറ് വെച്ച് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഇത് രാവിലെ കുക്ക് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഫ്രണ്ടിൻ്റെ പരിപാടിയാണ്, പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് തൽക്കാലത്തേക്ക് ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്നത്, പിന്നീട് ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് അതായത് നമ്മുടെ സാധനങ്ങൾ കറി വയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ സെപ്റ്റേന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് അവരുടെ ഇതൊക്കെയാണ്, പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ഇതാണ് സാധനങ്ങളൊക്കെ. പിന്നെ പ്ലാസ്റ്റിക്സ് തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്, മഴ ആയതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കുകയായിരുന്നു പ്ലാസ്റ്റിക് മാത്രമേ ഇരിപ്പുണ്ട്. അതിനകത്ത് നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയർ ഇവിടെ തൽക്കാലത്തേക്ക് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. ഞാൻ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറ്. ഷൂട്ട് ചെയ്തത് ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പക്ഷേ ഒരു മിസ്റ്റേക്ക്, ഫ്രണ്ടിൻ്റെ മിസ്റ്റേക്ക്, ചെറിയൊരു മിസ്റ്റേക്ക്, അതെടുത്ത് മാറ്റണം. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ കുറച്ച് പ്ലാസ്റ്റിക് സാക്സ്, അതായത് ഈ നമ്മുടെ ഈ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി, ഇനി അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അത് മാറ്റാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. കിച്ചണിൽ തന്നെയാണ് ഗ്യാസ് അവിടുന്ന് പോകാനായിട്ട് എക്സ്പോസ്റ്റ് ഫാന് മേളിൽ കൊണ്ട് വന്നുകൊണ്ട് എക്സ്പോസ്റ്റ് ഫാന്. പുള്ളി അത് അതിന് പകരം നമുക്ക് ഇലക്ട്രിസിറ്റി എപ്പോഴും ഇട്ടാൽ പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു വിൻഡോ തുറന്നിട്ട്, പക്ഷേ വിൻഡോ തുറന്നിട്ട് പണിയെന്നിറങ്ങിയാൽ ആ വിൻഡോ കാണാൻ നേരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോസ്റ്റലോ വീടോ ഉണ്ടോണോ. അവർ ആദ്യം ഫസ്റ്റ് ജനലൊക്കെ തുറന്നിടുമായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്ന് ഇത് തുറന്നിട്ട് ഇവിടെ വന്ന് ബഹളം കാണിക്കുന്നുണ്ട്, ബഹളം നല്ല കേട്ടോ, നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അവരധികം തുറക്കാറില്ല. അത് തുറക്കും, നല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് തുറക്കാറുള്ളൂ. അതാണ് സംഭവം. പിന്നെ ഈ കാണുന്നത് ബാൽക്കണിയാണ്. ഇതാണ് ബാൽക്കണി. ഈ ബാൽക്കണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു ഏരിയയാണ്. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കുക. പിന്നെ ഇവിടെ എൻ്റെ ഒരു പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് പ്ലാസ്റ്റിക്സ് അത് കൊടുക്കാനുള്ളത്, ആ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വീട് അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത് തന്നെയാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇതൊരു പറമ്പാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് മനസ്സിലാവും. നല്ല മഴയുള്ള ദിവസമാണ് ഇവിടെയൊക്കെ. ഇതിൻ്റെ മേളിലെല്ലാം നല്ല മഴയാണ്. പിന്നെ ഹോളിൽ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. എനിക്കത് സംഭവം ഞാൻ കാണിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോളിലുള്ള ഒരു ഡിസൈൻസാണ്. അത് ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. എന്താണെന്നറിയോ, ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കയറി വരുന്ന വിൻഡോയുടെ അവിടെ തന്നെ മേളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് അല്ല, നെറ്റാണ് ഫ്രെയിം ചെയ്തിട്ട്. അതായത് മെറ്റൽ കൊണ്ടിട്ടുള്ള ഫ്രെയിമിൽ നമ്മുടെ ഈ മോസ്കിറ്റോസ് വരാതിരിക്കാനായിട്ടുള്ള ഫ്രെയിം വെച്ചിട്ടുള്ളതാണ്. അവിടെ തന്നെയാണ് നമ്മുടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഇത്. കാരണം നമുക്ക് പകൽ നല്ല വെട്ടമുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല എയർ കിട്ടും. അതുപോലെ ഈ മുകളിൽ നിന്നായാലും ഇവിടെ നിന്നാലും നല്ല എയർ സർക്കുലേഷൻസ് ഈ വീട്ടിനകത്ത് ഉണ്ടായിരിക്കും. ഇതും എന്ന് പറഞ്ഞാൽ സ്ലൈഡഡ് വിൻഡോ ആണ്. അതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഈ സ്റ്റെയറൊക്കെ ഇത് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെയൊക്കെ. പിന്നെ ഈ ചെയറിലിരിക്കുന്ന നോക്കണ്ട, മഴക്കാലത്ത് എല്ലായിടത്തും ഉള്ളതാണ്.
ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മടക്കി വെച്ചതാണ്. പുറത്തിടാന്ന് വെച്ചാൽ അവർക്ക് വന്നിട്ട് ഇനി കുളിക്കാൻ നേരത്തത് യൂസ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഞാൻ പുറത്തിട്ട് കഴിഞ്ഞാൽ മുകളിൽ കൊണ്ടിടാം, പക്ഷെ പുറത്ത് ഇവിടെ അവിടെ സ്ഥലമാണ് തന്നെ, പക്ഷെ അവർക്ക് മുകളിൽ കയറി പോകണം. പക്ഷേ നമുക്ക് എളുപ്പത്തിന് ഒരു ഫ്രണ്ടിലായിരിക്കുമല്ലോ, ഫ്രണ്ടിൽ നമുക്ക് അയയുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ ഇടാം. പക്ഷെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മഴയാണ്, നനയാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് മഴയുടെ ആ ഒരു സംഭവം ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ നനത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്, മാറ്റാൻ തന്നിട്ടില്ല. ഇനി അടുത്ത നമ്മൾ മുകളിൽ ഏരിയ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് തന്നെയാണ് ഈ ഒരു സംഭവങ്ങളുള്ള കേട്ടോ. ഇവിടെയൊക്കെ വീട്, അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. വീട് അപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാം വീട്, അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഓപ്പൺ ടെറസിൽ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഫങ്ഷൻസ്, അതിൻ്റെ ഹോളിലെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഈ തൊട്ടടുത്ത് ഈ കാണുന്ന ഡോറല്ലേ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു ചെറിയൊരു ഹോളാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴയത്ത് ഇവിടെ ഉണക്കിയിടാം. മഴക്കാലം വെയിലത്താണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്തിടാം. പിന്നെ നനയാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഉണക്കിയൊക്കെ ഇടാം. ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഹോസ്റ്റൽസിൻ്റെ. പിന്നെ ഇവിടെ വാട്ടർ ടാങ്ക്സ് കാര്യങ്ങൾ, മറ്റ് ഇത് ശരിയുണ്ട്. പിന്നെ നമുക്കൊരു വൈകുന്നേരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാവുന്നതാണ് കേട്ടോ. നല്ല സ്പേസൊക്കെ ഉണ്ട്, വൈകുന്നേരം ഇരിക്കാം. പിന്നെ ഇത് ഞങ്ങളുടേതായിട്ടല്ല, നമുക്കിവിടെയുള്ള സ്പേസ് മാത്രമാണ്. അവരുടെ കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് തന്നെ. പിന്നെ വൈകുന്നേരം വന്ന് ഇവിടെ ഇരിക്കാം. പിന്നെ എന്താ പറയുക, ചില്ല് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇൻ കേസ് സപ്പോസ് എന്തെങ്കിലും പ്രാക്ടീസ്, ഡാൻസ് സംതിങ്, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനും കുഴപ്പമില്ലാണ്ട് അതെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നേരത്തെ കണ്ട അപ്പാർട്ട്മെൻറ്റ്സ്, ഹോസ്റ്റൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മുകളിലുള്ളത് തന്നെ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്, പിന്നെ മെട്രോ, പിന്നെ ഹോട്ടൽസ്, ഷോപ്സ്, പിന്നെ 24 hours ടീ ഷോപ്പ്. അത്യാവശ്യം നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത് അസസ് ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് ഇപ്പോൾ വണ്ടി ആയാലും ബസ്സായാലും എന്തായാലും നമുക്ക് അസസ് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളായിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ മറ്റുള്ളവരെ കൊണ്ടൊന്നും ശല്യമോ ആരോഗ്യമൊന്നും ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് റൂം എടുത്തിരിക്കുന്നത്. അട്ടപ്പാതിരയ്ക്ക് ഒരു ചായയും കടിയും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ 24 ഷോപ്സ്, നേരത്തെ പറഞ്ഞ് 24 ഷോപ്സ് ഉണ്ട്. അവിടെ പോയി നമുക്ക് ചായയും എന്താണോ കഴിക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാറുണ്ട്, ചായ കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് പുറത്ത് പോകാറുണ്ട്. ചിലപ്പോൾ അതൊരു 12 മണിക്കോ 1 മണിക്കൊക്കെ ആയിരിക്കും ചായ കുടിക്കാൻ പോണത്. അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും പുറത്ത് അങ്ങോട്ടായിരിക്കും. നടന്ന് പോകാണ്ട് ദൂരമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, തൊട്ടടുത്ത് തന്നെ ചർച്ചുണ്ട്, പിന്നെ ടെമ്പിളുണ്ട്, എല്ലാം അടുത്തടുത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് ഈ ഒരു നിൽക്കുന്ന ഏരിയയിലല്ല. പിന്നെ എല്ലാത്തിനും ഒരു എന്താ പറയുക, കൈവാക്കെന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് കയ്യെത്തും ദൂരത്തുള്ള സംഭവങ്ങളൊക്കെ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ സംസാരിക്കാം കേട്ടോ. പിന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടാണോ എന്നെനിക്കറിയത്തില്ല. അമ്മ വിളിച്ചപ്പോൾ പറയാം, നിനക്ക് നല്ല വീട് കിടക്കുമ്പോഴത്തേക്ക് എന്തിനാ നീ അവിടെ ചെന്നിട്ട് കഷ്ടപ്പെടുന്നത്, എന്തിനുകൊണ്ട് ഇങ്ങോട്ട് പോര്, നീ എങ്ങോട്ട് പോര്, അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കേണ്ട കാര്യം എന്ത് എന്നൊക്കെ. നമുക്ക് പെട്ടെന്നെല്ലാം നമുക്ക് എന്താ പറയുക, ഒന്ന് ഇതാവാനോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇതിലോട്ട് പെട്ടെന്ന് നമുക്ക് കയറാമല്ല. നമുക്ക് കുറേയൊക്കെ അങ്ങോട്ട് സ്വന്തം ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സ്ട്രഗിൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് എല്ലാം നമുക്ക് ഒത്തു ഒരുപോലെ കിട്ടണമെന്നായിരിക്കത്തില്ല. എന്നാലും ഇത്രത്തോളം എത്തിയില്ല. അപ്പോൾ ഇനി ബാക്കിയൂടെ അങ്ങനെ പോകും നമുക്ക് നോക്കാന്നേ, അങ്ങനെ ഞാനും വിചാരിക്കുന്നുള്ളൂ. ലൈഫല്ലേ, നമ്മൾ ഒരുപാട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പല വ്യക്തിബന്ധങ്ങളായാലും അത് പല അനുഭവ കാര്യങ്ങളായാലും എന്തായാലും നമ്മൾ ലൈഫ് ഫുള്ള് ഓരോ കാര്യങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിലാക്കി പുതിയതെങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പുതിയതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമുള്ളതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് വരത്തുള്ളൂ. അപ്പോൾ പറയും, നീ അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു, അങ്ങനെയല്ല കേട്ടോ. ഇപ്പം എന്തായാലും ഇതുവരെ എത്തിയിട്ടുണ്ടാകും, വളരെ ഹാപ്പി മാത്രമുണ്ട്. അതുകൊണ്ട് ഹാപ്പിയാണ്. പിന്നെ വേറെ സ്ട്രഗിൾസും കാര്യങ്ങളൊന്നുമില്ല.
ഇതാണ് അപ്പോൾ ഇന്നത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ. അതെങ്ങനെ അപ്പാർട്ട്മെൻറ്റൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അല്ല എൻ്റെ ഒരു ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരിതാണ്. കൂടുതലൊന്നും ആഗ്രഹിച്ചില്ല, ഇത്രയൊക്കെ തന്നെയാണ് ആദ്യമേ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുറച്ച് ഇതായിട്ടുള്ളത് ഇത്രയൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ബെല്ല് നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കാണുന്നവർ മറക്കാതെ എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.